പി.വെമ്പല്ലൂർ ശ്രീ സായി വിദ്യാഭവനിൽ LKG വിഭാഗത്തിന്റെ പ്രവേശനോത്സവവും പുതിയ മൾട്ടിമീഡിയ ഹാളിന്റെ ഉദ്ഘാടനവും നടന്നു. പി.വെമ്പല്ലൂർ ശ്രീ സായി വിദ്യാഭവനിൽ 2026-2027 LKG പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരനും 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീജിത്ത് മൂത്തേടത്ത് നിർവഹിച്ചു. പേരിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയമാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഈ വിദ്യാലയത്തിൻ്റെ നാൾക്കുനാളുള്ള വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഞാൻ ഇവിടെ വന്ന സമയത്ത് ചുമതലപ്പെട്ടവരോട് ചോദിച്ചു, വിദ്യാലയം ആരംഭിച്ച കാലം, ആ കാലത്ത് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എത്രയായിരുന്നു, ഇന്ന് നമ്മുടെ വിദ്യാലയം എത്രത്തോളം ഉയർച്ചയിലെത്തി നിൽക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരം ലഭിക്കാൻ വേണ്ടി ചോദിച്ചു. 2002 വിദ്യാലയം ആരംഭിച്ചത് എന്നറിയാൻ സാധിച്ചു. എൻ്റെ വ്യക്തിപരമായ ഔദ്യോഗിക ജീവിതവുമായിട്ട് അതിനൊരു ബന്ധം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. കാരണം 2002 ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചെറുപ്പ് CNM സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ആരംഭിച്ചു. അതേ കാലഘട്ടത്തിലാണ്, അതേ വർഷം, അതേ മാസത്തിലായി ഒരുപക്ഷെ ഈ വിദ്യാലയം ആരംഭിച്ചു. ഏതാനും വിദ്യാർത്ഥികളുമായിട്ട് LKG UKG ക്ലാസ്സുകൾ ആരംഭിച്ച് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ എത്തിയിരിക്കുന്ന വലിയൊരു വിദ്യാലയമായിട്ട്, ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമായിട്ട് സായി വിദ്യാലയം മാറിയിരുന്നു. ഇവിടെ നമുക്ക് CBSE എന്നോ സ്വകാര്യ വിദ്യാലയമോ എന്നോ പൊതുവിദ്യാലയമോ ഉള്ള തരംതിരിവിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിദ്യാലയങ്ങൾ എവിടെയായി കഴിഞ്ഞാലും വിദ്യ പകർന്നു നൽകുന്ന സരസ്വതി ക്ഷേത്രങ്ങളാണ്. സ്വകാര്യ മേഖലയിലെ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും. സർക്കാർ മേഖലയിലും വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ധർമ്മം നിർവഹിക്കുന്നതിൽ ഓരോ വിഭാഗവും അവരുടേതായിട്ടുള്ള ശ്രേഷ്ഠതകൾ അവകാശപ്പെടുകയും ചെയ്യുന്നു. ഞാനൊരു പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. മാത്രമല്ല, പൊതുവിദ്യാലയത്തിന് ആവശ്യമായിട്ടുള്ള സിലബസ് എഴുതി തയ്യാറാക്കുന്നതിന് ക്രമീകരിക്കുന്നതിനുള്ള ചുമതലപ്പെട്ട ഒരാളുണ്ട്. നമുക്ക് സമൂഹത്തിലേക്ക് ഏറ്റവും മൂല്യവത്തായ വിദ്യാഭ്യാസം പകർന്നു നൽകുക എന്നതാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതായി കഴിഞ്ഞാൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള എല്ലാതരം വിദ്യാലയങ്ങളുടെയും പ്രധാന ദൗത്യം. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം ജീവിത മൂല്യങ്ങൾ നൽകുന്നതിന്റെ പ്രാധാന്യം അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ ഊന്നിപ്പറഞ്ഞു. പുതുതായി നിർമ്മിച്ച മൾട്ടിമീഡിയ ക്ലാസിന്റെ ഉദ്ഘാടനം ബാബാ സായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ടി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ രക്ഷിതാക്കള് കുഞ്ഞിന്റെ പേരിൽ കുറച്ച് തെങ്ങിൻ തോപ്പ് ഇട്ടിരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ ട്രെൻഡ് കുഞ്ഞിന്റെ പേരിൽ FD ബാങ്ക് ഇടാന്നുള്ളതായിരുന്നു. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ എങ്ങനെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ CBSE വിദ്യാലയങ്ങളിൽ കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് വിദ്യാലയങ്ങളിൽ
കുട്ടികൾ കുറയുമ്പോൾ അവിടെ പേരെഴുതാൻ അറിയില്ലെങ്കിലും ഫുൾ A+ കിട്ടുന്ന ക്വാളിറ്റിയാണ് സ്റ്റേറ്റ് സിലബസിൽ. CBSE ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. 150-ൽ പരം കുട്ടികൾ രക്ഷിതാക്കളുടെ അനുഗ്രഹത്തോടെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിച്ചു. ആകാശത്ത് കത്തിജ്വലിക്കുന്ന നക്ഷത്രം എന്നർത്ഥം വരുന്ന നോവ എന്ന പേരിലാണ് KG വിഭാഗത്തിന്റെ ഓപ്പണിംഗ് സെറമണി നാമകരണം ചെയ്യപ്പെട്ടത്. തുടർന്ന് DJയും പോപ്പേഴ്സും ചേർന്ന് വർണ്ണാഭമായ അന്തരീക്ഷത്തിൽ കൊച്ചുകുഞ്ഞുങ്ങൾ നൃത്തച്ചുവടുകൾ വെച്ച് ആഹ്ലാദത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചു. അവരോടൊപ്പം ചുവടുവെക്കുന്നതിന് കാർട്ടൂൺ കഥാപാത്രങ്ങളും എത്തി. മിനി കാർണിവലും കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു. ഇതെല്ലാം കുഞ്ഞുങ്ങളെ ആഹ്ലാദത്തിന്റെയും വിസ്മയങ്ങളുടെ ലോകത്തേക്ക് ഉയർത്തി. പല വർണ്ണത്തിലുള്ള ബലൂണുകളും സ്വീറ്റ് ബോക്സുകളും കയ്യിലേന്തി മാതാപിതാക്കളുടെ അനുഗ്രഹാശംസകളോടെ വിദ്യാർത്ഥികൾ ക്ലാസുകളിലേക്ക് പ്രവേശിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ ബി മേനോൻ, CO വിഷ്ണു സായ് മേനോൻ, PTA പ്രസിഡന്റ് D ജയകുമാർ, PTA വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ്, സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ C നന്ദകുമാർ, NV ഷാജി, SMC മെമ്പർമാരായ ഫഹദ്, MA മോഹനൻ, പ്രിൻസിപ്പൽ സിജി സിജേഷ്, വൈസ് പ്രിൻസിപ്പൽ PC മോഹനൻ, KG ഹെഡ് മിസ്ട്രസ് ബിന്ദു രഘുനാഥ്, KG സെക്ഷൻ ഹെഡ് ജിഷ TV, അധ്യാപിക രശ്മി രവീന്ദ്രൻ, അധ്യാപകൻ ബാബു PA എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടക്കമത്സവം പഠിപ്പ്